ലോക പോലീസായ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇപ്പോൾ വൈറ്റ് ഹൗസിൽ വെച്ച് പ്രസംഗിക്കുമ്പോൾ പോലും ഡ്രോണുകൾ വരുമോ എന്ന ഭീതിയാണ്. യഥാർത്ഥത്തിൽ സ്വസ്ഥമായ ഒരു ജീവിതം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്. വൈറ്റ് ഹൗസിൽ വെച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു പക്ഷിയുടെ ശബ്ദം കേട്ടതാണ്. പെട്ടെന്ന് തലതിരിച്ച് ഞാനൊരു ഡ്രോണാണോ എന്ന് കരുതിപ്പോയി എന്നാണ് ട്രംപ് പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നത്, നിങ്ങൾക്കറിയാം ഇപ്പോൾ അവർ ചെറിയ വലിപ്പത്തിലും ഈ ഡ്രോണുകൾ നിർമ്മിക്കുന്നുണ്ട് എന്ന്. പക്ഷിയുടെ രീതിയിൽ പോലും ഡ്രോണുകൾ നിർമ്മിച്ച് ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ട്രംപ് പറയുന്നത്. നമുക്ക് ആ ട്രംപിന്റെ ആ പ്രസംഗ ഭാഗം ഒന്ന് കേട്ടു നോക്കാം. They make them in all different sizes nowadays. They can be very destructive, as you probably heard. അതാണ് പറയുന്നത്, അവർ പല വലുപ്പത്തിലും ഈ ഡ്രോണുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ജീവി അടുത്ത് വന്നാൽ പോലും അമേരിക്കൻ പ്രസിഡന്റിന് ഭയമാണ് എന്നതാണ് വസ്തുത. ചൈന ഇപ്പോൾ സന്ദർശിക്കാൻ നിൽക്കുന്ന ട്രംപ് എന്തെല്ലാമാണ് അവിടെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്, എത്ര വാഹനങ്ങളാണ് ട്രംപിന് സെക്യൂരിറ്റി ആയി നിൽക്കുന്നത്, എത്ര ഡെൽറ്റ ഫോഴ്സ് ആണ് ചൈനയിലേക്ക് എത്തിയിരിക്കുന്നത്. ദിവസങ്ങളോളമായി ഈ ട്രംപിന്റെ സന്ദർശനത്തിന് ആവശ്യമായ സാമഗ്രികൾ സെക്യൂരിറ്റിക്ക് ആവശ്യമായ കാര്യങ്ങൾ, ട്രംപിന് ആവശ്യമായ ഭക്ഷണം തുടങ്ങി എല്ലാം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഭൂമുഖത്ത് ഒരു സ്ഥലം പോലും ഭയമില്ലാത്ത, സുരക്ഷിതമായി തോന്നുന്ന ഇടമില്ലാത്ത ഒരു വ്യക്തിയായി അമേരിക്കയുടെ പ്രസിഡന്റ് മാറുന്നു എന്ന് പറയുമ്പോൾ ആർക്കാണ് പിന്നെ ലോകത്ത് സെക്യൂരിറ്റി ഉള്ളത് എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്തായിരുന്നാലും ഈ സംവിധാനങ്ങളെ കൊണ്ടൊന്നും സ്വയം സുരക്ഷ ഉറപ്പുവരുത്താൻ പോലും കഴിയില്ല എന്നാണ് ട്രംപ് ഇതിലൂടെ പറയുന്നതിന്റെ അർത്ഥം. എന്തായിരുന്നാലും ഇപ്പോൾ എന്ത് കണ്ടാലും ഭയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് FPV ഡ്രോണുകളാണ്. ഈ ഡ്രോണുകൾ ലബനാനിൽ അത്രമാത്രം വലിയ ആക്രമണങ്ങളാണ് ഇസ്രായേലിന്റെ സൈനികർക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ വെപ്പൺസുകൾ, അവരുടെ യുദ്ധവാഹനങ്ങൾക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ടാങ്കുകൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അവരുടെ മിസൈൽ ലോഞ്ചറുകൾ എന്നിങ്ങനെ തുടങ്ങി മിലിറ്ററി എക്യുപ്മെന്റ്സുകൾക്ക് നേരെ അതിശക്തമായ ആക്രമണങ്ങളാണ് ഈ ഡ്രോണുകൾ നടത്തുന്നത്. യഥാർത്ഥത്തിൽ പേജസ് ആക്രമണത്തിന് ശേഷം ഇസ്രായേലിന് ശക്തമായ തിരിച്ചടിയാണ് FPV ഡ്രോണിലൂടെ ലബനാനിലെ ഹിസ്ബുള്ള നൽകിക്കൊണ്ടിരിക്കുന്നത്.